ഇന്നേ നമ്മുടെ ഗപ്പിക്കുഞ്ഞന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മൊയ്നയ്ക്ക് പകരമായിട്ട് കുറച്ച് ഡീക്കാപ്പാർട്ടിമിയ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുള്ള അടുത്ത ടീംസിന് കുഞ്ഞിറങ്ങിയിട്ടുണ്ട്. പാരന്റ്സ് തിന്നു പോകണ്ടെന്ന് വെച്ചിട്ട് അവരെ അപ്പൊ തന്നെ പിടിച്ച് വേറൊരു ബേസിനിലേക്ക് മാറ്റി. അത്യാവശ്യം കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. പാരന്റ് സ്റ്റോക്കിന് ഫുള്ള് മൊയ്ന തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. റിങ്ങിലുള്ളവർക്ക് മൊയ്ന കൊടുത്താലും അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ പെല്ലറ്റ് ഫുഡ് തന്നെയാണ്. 5-ാം മൈൽ നഹ്ദ ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലുള്ള ഈന്തപ്പനയാണ് കേട്ടത്. ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ജോലി ഭാരം കൂടിയപ്പോഴൊക്കെ കേട്ടോ സ്കൂൾ ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. മാനന്തവാടിയുള്ള പഴയ ബസ് സ്റ്റാൻഡ് കേട്ടോ അതിപ്പോ പൊളിച്ചു നിൽക്കുകയാണ്. ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലായിരുന്നു. ഇന്ന് മാനന്തവാടി പനമരം ആ റൂട്ടായിരുന്നു കേട്ടോ എനിക്ക് ഡ്യൂട്ടി. ഉച്ചക്കത്തെ ഫുഡും ഇന്ന് മാനന്തവാടി തന്നെയായിരുന്നു. ഗ്രിൽ ആൻഡ് കോ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ഞാനൊരു ഷവായൻ റൊട്ടിയാണ് മേടിച്ചത്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ സാലഡ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. പനമരത്തേക്ക് കണ്ടിരുന്ന ഈ റോഡും കൂടി നന്നായി കഴിഞ്ഞാൽ വയനാടത്തെ ഏറെക്കുറെ എല്ലാ റോഡുകളും നന്നായി. കുറച്ചു ദിവസം ഫുള്ള് മഴയത്തായത് പറഞ്ഞ സ്കൂട്ടീന്റെ കോലം കണ്ടില്ലേ, അതുകൊണ്ടൊന്ന് വാഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കേണിച്ചിറ കയറിയതാ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് വാട്ടർ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഭയങ്കര ചെളിയായിരുന്നു. വാഷിങ് കഴിഞ്ഞപ്പോഴേക്ക് സ്കൂട്ടീന്റെ കളർ തന്നെ അങ്ങ് ഫുള്ള് മാറിപ്പോയി. വീട്ടിലെത്തിയിട്ട് വെറുതെ ഒന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങിയതാ. അപ്പൂസിന്റെ തന്നെ ഒരു സ്റ്റാർ ഫ്രൂട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു. മേലേക്ക് കയറി നോക്കിയപ്പോഴേക്ക് അത്യാവശ്യം റംബൂട്ടാനൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് പിന്നെ അതും കുറച്ച് പറിച്ച് കഴിച്ചു. കാണുമ്പോൾ ഉള്ള കളറേ ഉള്ളൂ കേട്ടോ, ശരിക്കും പഴുത്ത് വരുന്നേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ മുന്നിൽ വരാൻ അപ്പൂസിന് ഭയങ്കര മടിയാ. വീട്ടിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ ജിമ്മിലേക്കാണ്. ജിമ്മിൽ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞ് പോണ വഴിക്ക് നോക്കുമ്പോ സ്വീറ്റ് കോൺ വിൽക്കുന്ന കണ്ടു. അതും കുറച്ച് വാങ്ങി. ചക്കര പുതിയ ഫോൺ വാങ്ങിയായിരുന്നു. അപ്പൊ അതിന്റെ അപ്ഡേഷന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അമ്മ സ്വീറ്റ് കോണും കൊണ്ടുവന്നു. പിന്നെ അതിരുന്ന് കഴിച്ചു. രാത്രി ഇന്ന് ഫുഡിന് ദോശയായിരുന്നു. എനിക്കിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശ കഴിക്കാനാട്ടോ ഇഷ്ടം. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസം അവിടെ തീർത്തു. ഇനിയിപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.